മനോരമയുടെ ഒന്നാമത്തെ ഹെഡ്ലൈനാണ് മുക്തിയില്ല തർക്കത്തിൽ. കേരളം മുക്തമായെന്ന് പ്രഖ്യാപനം. 59,277 കുടുംബങ്ങളെ ചേർത്ത് നിർത്തിയെന്ന് സർക്കാർ. മുൻകണക്കുകളിലുള്ളവരെ വിട്ടുകളഞ്ഞെന്ന് പ്രതിപക്ഷം. അതിദരിദ്രർക്കുള്ള ഫണ്ട് വെട്ടി ഉദ്ഘാടന ചടങ്ങ് എന്ന് തുടങ്ങി ഈ മാതൃഭൂമി കൊടുത്ത വാർത്തയുടെ നേരെ എതിരുള്ള ആംഗിളിലാണ് പ്രധാനമായും ഈ വാർത്ത ലേഔട്ട് കാണുമ്പോൾ തോന്നുന്നത്. പുതുയുഗപ്പിറവി മുഖ്യമന്ത്രി എന്നുള്ളത് ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമി ഏതാണ്ട് സർക്കാർ വാദത്തിന് തന്നെ പ്രാമുഖ്യം കൊടുത്തിട്ടാണ് പ്രധാനമായും ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. 9-ാം പേജിൽ മനോരമയിലേക്ക് പോയാൽ അതിദരിദ്രം ഈ നുണക്കഥ എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ്റെ ഇതിലുള്ള എതിർപ്പുകൾ, വിയോജിപ്പുകളാണ്. 5,91,194 പേർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. AY പദ്ധതി പ്രകാരം മഞ്ഞക്കാർഡ് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞ അവരൊക്കെ ദരിദ്രരല്ലേ എന്ന് ചോദിക്കുന്നു. തട്ടിക്കൂട്ട് പട്ടികയാണ്, മാനദണ്ഡമെന്ത്, വീടായോ എല്ലാവർക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാണെന്ന പ്രഖ്യാപനത്തിന് വേണ്ടി സർക്കാർ 64,006 പേരുടെ പട്ടിക എങ്ങനെ തയ്യാറാക്കിയെന്ന് VD സതീശൻ ചോദിക്കുന്നു. അതിനുത്തരം അതേ പേജിൽ തന്നെയുണ്ട്. പഠനം നടത്തിയത് കില മുഖ്യമന്ത്രി. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത പ്രധാന തീരുമാനമായിരുന്നു ഇത്. കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവരെ ഉപയോഗിച്ച് കിലയാണ് പഠനം നടത്തിയത്. ഇതിൽ നിന്ന് കരട് പട്ടിക ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് അന്തിമ പട്ടികയിലേക്ക് പോകുന്നു. 1,03,099 വ്യക്തികളെ അതിദരിദ്രരായി കണ്ടെത്തുന്നു. സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ തന്നെ ഇത് സമയാസമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രതിപക്ഷ നേതാവ് കണ്ടില്ലേ എന്ന് ഭരണപക്ഷം ചോദിക്കുന്നു. അങ്ങനെ ചോദ്യവും ഉത്തരവും മനോരമ ഒരു പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു.